ലോക ഫുട്ബോൾ കീഴടക്കാൻ റൊണാൾഡോയ്ക്ക് വേണ്ടത് വെറും 6 ഗോളുകളാണ്. സൗദി ക്ലബ് അൽ നസറിന് വേണ്ടി ഇതിഹാസ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ പ്രായത്തെ പോലും വെല്ലുന്ന പോരാട്ട വീര്യമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ മത്സരങ്ങൾ കഴിയുമ്പോഴും തന്റെ ബൂട്ടുകളിൽ നിന്നും ഗോൾ വേട്ട തുടർന്നുകൊണ്ടിരിക്കുകയാണ് റൊണാൾഡോ. അൽ നസറിനായി ഇതുവരെ 94 ഗോളുകളാണ് അടിച്ചത്. വരും മത്സരങ്ങളിലും ഈ ഗോളടി തുടരാൻ റൊണാൾഡോയ്ക്ക് സാധിച്ചാൽ മറ്റൊരു ഫുട്ബോൾ താരത്തിനും നേടാൻ സാധിക്കാത്ത ഒരു റെക്കോർഡാണ് റൊണാൾഡോ കൈവരിക്കാൻ പോവുക. 6 ഗോളുകൾ കൂടി നേടിയാൽ അൽ നസറിനായി 100 ഗോളുകൾ പൂർത്തിയാക്കാൻ റൊണാൾഡോയ്ക്ക് സാധിക്കും. ഇതോടെ ഫുട്ബോളിന്റെ ചരിത്രത്തിൽ 5 ടീമുകൾക്ക് വേണ്ടി 100 ഗോൾ നേടുന്ന താരമായി മാറാനും റൊണാൾഡോയ്ക്ക് സാധിക്കും. മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, റയൽ മാഡ്രിഡ്, യുവന്റസ്, പോർച്ചുഗൽ എന്നിങ്ങനെയാണ് റൊണാൾഡോ ഗോളുകൾ അടിച്ചുകൂട്ടിയ 4 ടീമുകൾ. ഈ ഫോം തുടരുകയാണെങ്കിൽ റൊണാൾഡോ വൈകാതെ തന്നെ അൽ നസറിനൊപ്പം 100 ഗോളുകൾ പൂർത്തിയാക്കുമെന്ന് ഉറപ്പാണ്. ഇതിനോടകം തന്നെ 931 ഗോളുകളാണ് റൊണാൾഡോ നേടിയിട്ടുള്ളത്. 69 ഗോളുകൾ കൂടി നേടാൻ സാധിച്ചാൽ 1000 ഗോൾ എന്ന നാഴികക്കല്ല് സ്വന്തമാക്കാനും പോർച്ചുഗീസ് ഇതിഹാസത്തിന് സാധിക്കും. സൗദി പ്രോ ലീഗിലെ അവസാന മത്സരത്തിൽ അൽ ഹിലാലിനെതിരെ ഇരട്ട ഗോൾ നേടിയിരുന്നു. മത്സരത്തിൽ 1-നെതിരെ 3 ഗോളുകൾക്കാണ് അൽ നസർ വിജയിച്ചത്. മത്സരത്തിന്റെ രണ്ടാം പകുതിയിലായിരുന്നു റൊണാൾഡോയുടെ 2 ഗോളുകളും പിറന്നത്. രണ്ടാം പകുതി തുടങ്ങി 47-ാം മിനിറ്റിൽ റൊണാൾഡോ ലക്ഷ്യം കണ്ടു. പിന്നീട് 88-ാം മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി കൃത്യമായി ലക്ഷ്യത്തിലെത്തിച്ചുകൊണ്ട് റൊണാൾഡോ തന്റെ ഗോൾ നേട്ടം 2 ഉയർത്തി. നിലവിൽ ലീഗിൽ ടോപ്പ് സ്കോററും റൊണാൾഡോ തന്നെയാണ്. 21 ഗോളുകളാണ് റൊണാൾഡോ ഈ സീസണിൽ ഇതുവരെ നേടിയിട്ടുള്ളത്. നിലവിൽ സൗദി ലീഗ് പോയിന്റ് പട്ടികയിൽ 3-ാം സ്ഥാനത്താണ് റൊണാൾഡോയും കൂട്ടരും. 26 മത്സരങ്ങളിൽ നിന്നും 16 വിജയവും 6 സമനിലയും 4 തോൽവിയും അടക്കം 54 പോയിന്റാണ് അൽ നസറിന്റെ കൈവശമുള്ളത്. ഇത്ര തന്നെ മത്സരങ്ങളിൽ നിന്നും 18 വിജയവും 3 സമനിലയും 5 തോൽവിയും അടക്കം 57 പോയിന്റുമായി അൽ ഹിലാലാണ് 2-ാം സ്ഥാനത്തുള്ളത്. 61 പോയിന്റുമായി അൽ ഇത്തിഹാദാണ് 1-ാം സ്ഥാനത്തുള്ളത്. സൗദി പ്രോ ലീഗിൽ ഏപ്രിൽ 12-ന് അൽ റിയാദിനെതിരെയാണ് അൽ നസറിന്റെ അടുത്ത മത്സരം. അൽ അവാദ് പാർക്കിലാണ് മത്സരം നടക്കുന്നത്.